Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, start ചെയ്യാം. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കുറച്ച് സമയം വരെ മീൻസ് അബൌട്ട് ഹാഫ് ആൻ അവർ ആൾക്ക് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാം. അത് കഴിയുമ്പോ അടുത്ത ടീച്ചറുടെ ക്ലാസ്സിൽ കയറിക്കോളും. സോറി ടീച്ചർ, കാരണം ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. വേറൊരു ക്ലാസ്സിന്റെ ടോപ്പിക്സ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ എക്സാംസ് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കുറച്ച് തീർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് പോകേണ്ടി വരും. അപ്പൊ തന്നെ ടീച്ചർ എടുക്കുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ടീച്ചർ വരാം. അപ്പൊ 1.5 hour ടീച്ചറിന്റെ ടോപ്പിക്സും കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് തീരാനുണ്ട്. ടീച്ചറുടെ കയ്യിലിരിക്കുന്ന ചാപ്റ്റേഴ്സ് സോറി മിസ് ചെയ്തേ കേട്ടോ. അപ്പൊ ടീച്ചർ അത് കഴിയുമ്പോ ടീച്ചർ ക്ലാസ്സിൽ കയറും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ഞാൻ എടുക്കുള്ളൂ. ചിലപ്പോ ആ സമയത്ത് എനിക്ക് പറഞ്ഞിട്ട് പോകാനായിട്ട് ലീവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടില്ല. ആ ഒരു ടൈമിന് ഉള്ളിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങും. അപ്പൊ നിങ്ങള് ടീച്ചർ പോയി അടുത്ത വരുന്നത് വരെ അരമണിക്കൂറിക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇറങ്ങി അപ്പൊ തന്നെ ടീച്ചറിന് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? മെഡിക്കൽ ടെർമിനോളജി എടുത്തോ? ഹലോ, എടുത്തോ? നമ്മള് മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തു. യെസ്, എവിടെ വരെ എടുത്തു നമ്മള്? എന്താണ് അബ്രീവിയേഷൻസ്, എന്താണ് പ്രിഫിക്സ്, മെഡിക്കൽ ടെർമിനോളജി എന്താണ്? ഇറ്റ്സ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ഹെൽത്ത് കെയർ സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ മെഡിക്കൽ വർക്കേഴ്സ് അല്ലെ? അതായത് നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് they use some terms. അവർ യൂസ് ചെയ്യുന്ന പല ടേമുകളുണ്ട്. by adding some prefix or suffix or by abbreviating some terms. അതായത് ചില പ്രിഫിക്സുകൾ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചില സഫിക്സുകൾ ആഡ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ടേംസ് അവരുടേതായ രീതിയിൽ അവരുടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ലാംഗ്വേജ്, അതിനെയാണ് നമ്മള് മെഡിക്കൽ ടെർമിനോളജി അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ രീതിയിലുള്ള ഒരു സംഭാഷണത്തിലോ അല്ലെങ്കിൽ മറ്റു കമ്മ്യൂണിക്കേഷൻസിലോ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയിരിക്കില്ല മെഡിക്കൽ ടേംസിൽ അവർ ഉപയോഗിക്കുക. കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം മാറ്റങ്ങളൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈസി കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് അതിന്റെ മീനിങ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രിഫിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പ്രിഫിക്സിന്റെ ഏകദേശം ബ്ലഫർ ബിലോങ്ങിങ് ടു ഐലിഡ്, ഐലിഡുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന ബ്ലഫർ വരെയുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തത് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരിയാണോ? ശരിയാണോ? യെസ്. ഇനി അതിനകത്ത് ആ ഒരു 18 എണ്ണത്തില് കുറച്ച് ടേംസിനെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണമെന്നും അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാതെ പഠിക്കുമ്പോൾ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഞാനിങ്ങനെ നോട്ട് ചെയ്യാൻ പറയുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ടാണ്. എല്ലാം നമ്മളിത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിതിൻ ഷോർട്ട് പീരീഡ് കുറച്ച് സമയം കൊണ്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാനല്ലേ പോകുന്നത്. അപ്പൊ അവരുപയോഗിക്കുന്ന ലാംഗ്വേജ്, അവരുടെ ഭാഷകൾ, അവരുടെ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നിരിക്കുന്നത്. അതിന് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ ഒരു പേജില് എത്ര എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാമോ? എത്ര എണ്ണം മാർക്ക് ചെയ്തു ഈ പേജില്? ഫസ്റ്റ് പേജില് 6 എണ്ണം അല്ലേ? റൈറ്റ്, 6 എണ്ണമാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ആ 6 എണ്ണം നന്നായിട്ട് പഠിക്കും. ഓക്കെ, ഓരോന്നും അത് ഇങ്ങനെ ചോദിക്കും. എന്താണ് അബ്ഡോമൻ? അബ്ഡോമൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രിഫിക്സ് അബ്ഡോമൻ? അബ്ഡോമൻ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്?
അപ്പൊ അതിന്റെ മീനിങ് സ്റ്റൊമക് എന്നാണ്. അല്ലെങ്കിൽ സ്റ്റൊമക് ഈസ് ദ മീനിങ് ഓഫ് ദ പ്രിഫിക്സ് ഡാഷ്. പ്രിഫിക്സ് എന്താ പറയാ, ഏത് പ്രിഫിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏത് പ്രിഫിക്സിന്റെ അർത്ഥമാണ് സ്റ്റൊമക് എന്ന് പറയുന്നത്, അങ്ങനെയും ആവാൻ ചോദ്യം. തിരിച്ചും മറിച്ചും ചോദിക്കാം. മീനിങ് വന്നിട്ട് ടേം ആയിരിക്കാം, ടേം വന്നിട്ട് മീനിങ് ആയിരിക്കാം. അങ്ങോട്ട് വിടാം. 7 എണ്ണം പറഞ്ഞിട്ട് തോന്നോ? ഏതൊക്കെയാണ് 7 എണ്ണം? ഏതുണ്ടോ? വായിക്കട്ടെ. അബ്ഡോമൻ ഒന്ന് നോക്കാം. അബ്ഡോമൻ, ഓക്കെ. പിന്നെ ആഡൻ, ADEN, റിലേറ്റിംഗ് ടു ഗ്ലാൻഡ്. ആൻജിയോ, ആത്രോ, ഓട്ടോ ആൻഡ് ബ്ലാസ്റ്റ്. പിന്നെ ഏതായിരുന്നു ഞാൻ മാർക്ക് ചെയ്യാത്തത്? ആണെന്നറിയാൻ വേണ്ടിട്ടാ. അബ്ഡോമൻ വിട്ടുപോയതാണ്. ശരിയാണ്, 7ആണ്. ബ്ലഫർ കൂടി. ഓക്കെ. അപ്പൊ ഇത്രയും 7 എണ്ണമാണ്. അടുത്ത പേജിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്യാൻ പറയുന്നത് മുഴുവനും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ, മറക്കരുത്. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു പേജ് കഴിഞ്ഞു. നെക്സ്റ്റ് പേജിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ട മീനിങ്ങുകളും അതുപോലെ തന്നെ നോട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് നോട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ അതിന്റെ വേർഡ്സ് ഒക്കെ നോക്കാം. ബ്രാഡി, ബ്രാഡി, BRADY. ബ്രാഡി എന്ന് പറയുന്ന പ്രിഫിക്സ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു, അതിന്റെ മീനിങ് ഡൾ. ഡൾ എന്ന് പറയുക, ഡൾ ആയിട്ടിരിക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു വേർഡ് മീനിങ് കിട്ടുന്ന പ്രിഫിക്സ് ആണ് ബ്രാഡി. അടുത്തത് കാൽക്ക്, CALC. കാൽക്ക് മുമ്പിൽ ചേർക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ടേം കൂടി ചേരും, റൂട്ട് വേർഡും കൂടി ചേരുമ്പോ ആ ഒരു വേർഡ് ആയിട്ട് നമുക്കൊരു മെഡിക്കൽ ടെർമിനോളജി കിട്ടും, വലിയൊരു മെഡിക്കൽ ടേം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിലുപയോഗിക്കുന്ന പ്രിഫിക്സ് കാൽക്ക് ആണ്. ഇറ്റ് ഈസ് മെന്റ് ആസ് സ്റ്റോൺ, സ്റ്റോൺ, ഹീൽ എന്നൊക്കെ അർത്ഥം വരുന്ന വേർഡ് ആണ്, അല്ലെങ്കിൽ പ്രിഫിക്സ് ആണ് CALC എന്ന് പറയുന്നത് കാൽക്ക്. അടുത്തത് കാർഡിയോ, CARDI/O. സ്ലാഷ് ആണ് കേട്ടോ, അത് ബ്രാക്കറ്റ് അല്ല. CARDI ഇട്ടിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് O. അപ്പൊ കാർഡിയോ അല്ലെങ്കിൽ O ഉണ്ടാവും, ചിലപ്പോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടാ. അത് ഇറ്റ് റിലേറ്റഡ് ടു ഹാർട്ട്, ഹാർട്ടുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാം ആ ഒരു വേർഡിന്റെ കൂടെ ഓളജി എന്ന് പറയുന്ന കൂടി ചേർന്നപ്പോൾ ഇറ്റ് ബിക്കംസ് കാർഡിയോളജി. അതൊരു ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് ആണ് അല്ലെ. ഒരു കാർഡിയോളജി, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം കാർഡിയോളജി. ഈ കാർഡിയോ എന്ന് പറയുന്ന, ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രിഫിക്സിൽ നിന്നാണ് കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാക്കിയത്. ക്ലിയർ? അപ്പൊ കാർഡിയോ ബിലോങ്ങിങ് ടു ഹേർട്ട് ആണ്. സെഫൽ, CEPHAL, ബിലോങ്ങിങ് ടു ഹെഡ്, തലയുമായി ബന്ധപ്പെട്ടത്, തലയുടെ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നർത്ഥം വരുന്ന സെഫൽ/O ഉണ്ട്. സെറിബ്ര, സെറിബ്രോ, CEREBRO/O ആണ്. അത് ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു സെറിബ്ര. സെറിബ്രം ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ബ്രെയിനിന്റെ ഒരു ഭാഗമായി സെറിബ്രം എന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെറിബ്രോ, CEREBR/O എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ സെർവിക് ആണ്. സെർവിക്, ഇറ്റ്സ് നമ്മുടെ സെർവിക്കൽ എന്താ പറയാ ഒരു പാസേജ് ഒക്കെ ഉണ്ട്. നെക്ക്, നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ബിലോങ്ങിങ് ടു നെക്ക് എന്ന് ഓർത്താൽ മതി. നെക്ക് ബിലോങ്ങിങ് ആണ് ഏത്, നമ്മുടെ സെർവിക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് കോൾ, CHOLE. എന്താണ്? ഇറ്റ്സ് ബിലോങ്ങിങ് ടു ഗാൾ, ഗാൾ ബ്ലാഡർ എന്നൊക്കെ പറയില്ലേ, ബൈൽ. ഇവിടെ പിത്താശയ, പിത്തസഞ്ചി ഒക്കെ അതിനകത്തൊക്കെ കുറെ അതും ഇതൊക്കെ വന്ന് നിറയുന്ന ഒരു ബ്ലാഡർ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കിനാണ് നമ്മള് പ്രിഫിക്സ് ആയിട്ട് CHOLE, കോൾ എന്ന് ഉപയോഗിക്കാം. അടുത്തത് കോണ്ടർ, CHONDR/O, കോണ്ടർ എന്നാണ്. ഇറ്റ്സ് ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മളുടെ ശരീരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് ഉണ്ട്, പല രീതിയിലുള്ള ബോണുകളുണ്ട്. ബോണില് അസ്ഥി, അതില് അങ്ങനത്തെ ആ വിഭാഗങ്ങളിൽ ഒരെണ്ണമാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. തരുണാസ്ഥിയാണ് കോണ്ടർ, CHONDR/O. അടുത്ത സെർക്കമാണ്. സെർക്കം, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റും, ചുറ്റുമുള്ളത്, അളവ് എന്നൊക്കെയാണ്. നമ്മൾ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ പറയാറുണ്ട് അല്ലെ, അതിനാണ്. അപ്പൊ ആ ഒരു വേർഡിൽ നിന്നുണ്ടായതാ സെർക്കം എന്ന് പറയുന്നത്. അത് ഓൾ സൈഡ്സ്, എല്ലാ വശങ്ങളിൽ നിന്നും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരിക, സെർക്കം. അത് കോൺട്രാ, കോൺട്രാ മീൻസ് എഗെയിൻസ്റ്റ് എന്നാണ്, ഓപ്പോസിറ്റ്, അതിനെതിരെ. കോൺട്രയാണ് നമ്മൾ പലപ്പോഴും പല ആളുകളും ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻസിൽ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺട്രാ, സീൻ കോൺട്രയാണെന്ന് പറയാൻ ഇല്ലേ? കോൺട്രാസ്റ്റ്, ഓൺ ദ കോൺട്രറി അല്ലെ, അതിന് വിപരീതമായി അല്ലെ, ഓൺ കോൺട്രാസ്റ്റ്. അതുപോലെ തന്നെ സീൻ കോൺട്രാ, അയ്യോ ആ സീൻ കുറച്ച്
വിരുദ്ധമായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ നടക്കുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുക, സിൻ കോൺട്ര എന്ന് വിളിക്കുക. അപ്പൊ കോൺട്ര എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന മീനിങ് ആണ്. നെക്സ്റ്റ് വൺ കോസ്റ്റ് ആണ്. COST/O ബിലോങ്ങിങ് ടു റിബ്. റിബ് അറിയാലോ, നമ്മളുടെ ഇവിടെ ഈ എന്താ പറയാ റിബ് കേജ് അല്ലെ, വാരിയലിനൊക്കെ ഒരു കേജ് ഉണ്ട്, ഒരു കൂട് പോലെ. അത് നമുക്കറിയാം ജിമ്മിലൊക്കെ പോകുന്ന ബോയ്സ് ഒക്കെ അവരുടെ റിബ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന ആളുകൾ, ബോഡി ബിൽഡേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ റിബ്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എണ്ണിയെടുക്കാൻ പറ്റും. ആ രീതിയിൽ അവർ ബോഡി ബിൽഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് റിബ്. റിബിനോട് ബിലോങ് ചെയ്യുന്നതാണ് COST/O കോസ്റ്റ്. അത് സിയാനോ കളറുമായി ബന്ധപ്പെട്ടതാണ്, ബ്ലൂ കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിയാനോ. CYAN/O സിയാനോ ബ്ലൂ ആണ്. അത് സിസ്റ്റ് ബ്ലാഡർ ആണ്. യൂട്രസിൽ മറ്റൊക്കെ ഒരു എന്താ പറയാ ഒരു സിസ്റ്റ് ഫോം ചെയ്യാറുണ്ട്. വലിയ വെറുതെ ഇങ്ങനെ വരുന്ന ഒരു മുഴ എവിടെയെങ്കിലുമൊക്കെ അകത്ത് യൂട്രസിനകത്ത് അല്ലാതെയൊക്കെ വരുന്നത്. അത് ബ്ലാഡർ ആണ്. ഒരു ഇങ്ങനെ വലിയൊരു എന്തെങ്കിലും ഒരു സംഭവം, ഇങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ബ്ലാഡർ റിലേറ്റഡ് ആയതുകൊണ്ടാണ് അതിന് സിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. CYST/O. അടുത്തത് സൈറ്റോളജി അല്ലെ. നമ്മൾ കേട്ടത് സീറോളജി, ബാക്ടീരിയോളജി, സൈറ്റോളജി CYTOLOGY. എന്താ അത്? സെൽസ് റിലേറ്റഡ് ആയിട്ടാണ്, കോശങ്ങളുമായി ബന്ധപ്പെട്ടത്. കാരണം ഇവിടെ സെൽസിനെ കുറിച്ചിട്ടുള്ള സെൽസും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസും കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? സൈറ്റോളജി എന്ന് വിളിക്കും. അതുകൊണ്ട് ഇങ്ങനെ ആ വാക്കിൽ നിന്നാണ് അത് ഷോർട്ട് ചെയ്ത് അതിന്റെ പ്രിഫിക്സ് സൈറ്റോളജി എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയത്. CYT സൈറ്റോ റിലേറ്റിംഗ് ടു സെൽ. അടുത്ത DE എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിഫിക്സ് യൂസ്ഡ് ഫോർ ഡൗൺ ഫ്രം, താഴേക്ക് എന്ന് സൂചിപ്പിക്കാനാണ്. അടുത്തത് ഡെർമറ്റോളജി കേട്ടിട്ടുണ്ടല്ലോ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ള വിഭാഗം. അപ്പൊ ഡെർമറ്റോ മീൻസ് സ്കിൻ റിലേറ്റഡ് എന്നർത്ഥം. DI മീൻസ് ഡൈസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ അല്ലെ. 2 times ഇരട്ടി, ഡബിൾ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് DI. അതുപോലെ DIA ആണെങ്കിലോ കംപ്ലീറ്റ്ലി, ത്രൂ, അതായത് എന്താ പറയാ പൂർണ്ണമായിട്ടും ത്രൂ എന്നൊക്കെ പറയുന്നതാണ്. DYS ടഫ്, അഗനൈസിങ്, ഹാർഡ് എന്നർത്ഥം വരുന്ന ഒരു ഇതാണ്. ടഫ് ആയിട്ടുള്ളത്, ഹാർഡ് ആയിട്ടുള്ളത്, അബ്നോർമൽ ആയിട്ടുള്ളത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. DYS എന്ന് പറയുന്ന പ്രിഫിക്സ്. നെക്സ്റ്റ് ECT ഔട്ട് ഫ്രം, പുറത്തുനിന്ന് എന്നാണ് അതിന്റെ മീനിങ് വരാ. ഇലക്ട്രിസിറ്റിയുമായി റിലേറ്റഡ് ആണ്. വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആണ്. അടുത്ത ENDO എൻഡോ ഇറ്റ്സ് ഇൻസൈഡ്, അകത്ത് എന്നർത്ഥം വരുന്ന പ്രിഫിക്സ് ആണ്. ENTER/O എൻട്രോ ഇറ്റ്സ് റിലേറ്റിംഗ് ടു intestines, നമ്മുടെ വൻകുടൽ, ചെറുകുടൽ. അപ്പൊ കുടലുമായിട്ട് ബന്ധപ്പെട്ടത്, intestine-മായി ബന്ധപ്പെട്ടതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് ENTER/O. ആൻഡ് EPI upon, on എന്ന ആ ഒരു എന്താ പറയാ ഒരു എന്താ നമ്മൾ ആർട്ടിക്കിൾസ് ചേർക്കാൻ അല്ലെങ്കിൽ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് EPI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു പേജിലുള്ള പ്രിഫിക്സുകളും അതിന്റെ മീനിങ്ങുകളും. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഞാൻ പറയാം, വേഗം ഒന്ന് ഇട്ടിട്ട് വെക്കാം കേട്ടാ. പറയാൻ പോകുന്നേ ഒന്ന് കോൺട്ര എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ പോസിബിൾ. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റ്. ഇതൊക്കെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ നോട്ട് ചെയ്യാൻ പറയുന്നുള്ളൂ, കാണാതെ പഠിക്കാൻ പറയുന്നുള്ളൂ. സിസ്റ്റ് റിലേറ്റിംഗ് ടു ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. Then CYT സെൽസ് റിലേറ്റഡ് ആണ്. CYT/O സൈറ്റ്. ഡെർമറ്റോളജിയുടെ സ്കിൻ റിലേറ്റഡ് ആണ്. എളുപ്പം പഠിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് നേരത്തെയൊക്കെ ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആണ്. ആൻഡ് ലാസ്റ്റ് ENTER/O intestine റിലേറ്റഡ് ആണ്. intestine. അപ്പൊ ഒന്നുകൂടി വായിക്കാം. കോൺട്ര, സിസ്റ്റ്, സൈറ്റ്, ഡെർമറ്റ്, ഇലക്ട്രോ ആൻഡ് ENTER. ക്ലിയർ ആയോ? 6 പ്രിഫിക്സുകളാണ് ഈ ഒരു പേജിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. 6 എണ്ണം. മുന്നത്തേല് 7 എണ്ണം, ഇപ്പോഴത്തേല് 6 എണ്ണം. അധികമൊന്നും ഇത്രയും അധികം ഒക്കെ നിങ്ങൾ ഈ ഒരു ചെറിയ ഡ്യൂറേഷൻ കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കില്ല. ഓക്കെ,
അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മൾ പ്രീവിയസ് എക്സാംസിലൊക്കെ നോക്കി അതിൽ നിന്നൊക്കെ എടുത്തു വരുന്ന ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയാ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നിങ്ങളെ മെൻഷൻ ചെയ്ത് പറയുന്നത് ഇന്നത് പഠിക്കൂ എന്ന്. ഇനി അതെങ്കിലും പഠിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതാണ്ട് പോകേണ്ടി വരും. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് ക്വസ്റ്റ്യൻസ്. ഒരെണ്ണം നമ്മൾ പോയി കഴിഞ്ഞാൽ 1 മാർക്ക് കുറഞ്ഞു എന്നർത്ഥം. ഒരെണ്ണം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 1 മാർക്ക് കുറഞ്ഞു അല്ലെ. മറ്റേ ടൈപ്പിലുള്ള എക്സാം ആണെങ്കിലോ നമുക്ക് കുറച്ചൊക്കെ എഴുതിയാലും ടീച്ചർമാര് 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് 1 മാർക്ക് തരും, അല്ലെങ്കിൽ 1/2 മാർക്ക് തരും. അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആകുമ്പോൾ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 60 കിട്ടണമെങ്കിൽ 60 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയാലേ പറ്റൂ. 100 മാർക്ക് എഴുതിയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ കറക്റ്റ് ആയാലേ 100 കിട്ടുള്ളൂ. ഓക്കെ, ഓരോന്ന് നമ്മൾ തെറ്റിച്ചാലും അപ്പൊ ഓരോ മാർക്ക് വെച്ച് ഇങ്ങനെ റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പറയുന്നത് നമ്മൾ കൺഫേം ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഇന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പേജിലുള്ള വേർഡ്സ് നമുക്ക് നോക്കാം. ഇനി അടുത്ത പ്രിഫിക്സുകള് എറിത്തർ, ERYTHR/O. എറിത്തർ ഇറ്റ്സ് റിലേറ്റിംഗ് ടു എറിത്രോസൈറ്റ്സ്. അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അറിയാലോ. ബ്ലഡ് സെൽസ് 2 രീതിയിലാണ്, വൈറ്റ് WBCയും RBCയും. അതിൽ RBC റെഡ് ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എറിത്രോ എന്നാണ് അതിനെ ഷോർട്ടാക്കി അതിന്റെ പ്രിഫിക്സ് ആയിട്ട് വരുന്നത്. EU എന്ന് പറയുന്നത് ക്വൈറ്റ്, ഗുഡ്, യൂഷ്വൽ, ക്വൈറ്റ് എന്ന് മീനിങ് വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. അടുത്തത് എക്സോ, എക്സ്റ്റീരിയർ, പുറത്തു നിന്ന് അല്ലെ, പുറമേ നിന്നുള്ളത്. എക്സ്റ്റീരിയർ പുറത്തുള്ളത് എന്നാണ്. എക്സ്ട്രാ ദാറ്റ് മീൻസ് ഇൻ അഡീഷൻ, അഡീഷണൽ ആയിട്ടുള്ളത്. എക്സ്ട്രാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണ് എക്സ്ട്രാ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ അഡീഷൻ ടു എന്നാണ്. അടുത്ത ഗ്യാസ്ട്രോ, എളുപ്പം പഠിക്കാൻ പറ്റും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ സ്റ്റോമക്. ഗ്യാസ് ഫോം ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയാം മനുഷ്യത്തിൽ. ദാറ്റ്സ് റിലേറ്റഡ് ടു സ്റ്റോമക്, അബ്ഡോമനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് സ്റ്റോമക് റിലേറ്റഡ് ആണ്. ഗ്ലൈക്കോ, ഷുഗർ ആണ്, ഷുഗർ അല്ലെ, പഞ്ചസാര. ഗ്ലൈക്കോജൻ ഷുഗർ ആണ്. അടുത്ത ഗൈനക്, ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഗൈനക്കോളജിയുടെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ അതിനെ പറയുന്നതും ഗൈനക് എന്ന് തന്നെയാണ്. അപ്പൊ ഗൈനക്കോളജി എന്ന് പറയുന്നത് ഗൈനക് എന്ന് പറയുന്ന പ്രിഫിക്സിനോടൊപ്പം OLOGY എന്ന് പറയുന്ന ഓളജി കൂടി ചേർത്തപ്പോ ഇറ്റ് ബിക്കംസ് ഗൈനക്കോളജി, വിച്ച് ഇസ് റിലേറ്റഡ് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അതായത് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അതാണ് ഗൈനക്കോളജി. അപ്പൊ അത് ആ വേർഡ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരുണ്ടാക്കിയത് ഗൈനക് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തിട്ടാണ്. മനസ്സിലായല്ലോ? ഹെമറ്റോ റിലേറ്റഡ് ടു ബ്ലഡ്, ഹെമറ്റോളജി അല്ലെ, ബ്ലഡിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടി പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെമറ്റോളജി. നെക്സ്റ്റ് ഹെമി മീൻസ് ഹാഫ്, പകുതി. ഹെമിസ്ഫിയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഗോളം അല്ലെ. അതിന് നെടുക ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഛേദിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഭാഗം അല്ലെ. അപ്പൊ നമ്മള് എന്താ പറയാ, നാരങ്ങ, ഇറ്റ്സ് എ ഷേപ്പ് ഓഫ് സ്ഫിയർ അല്ലെ. നാരങ്ങയില്ലേ, ലെമൺ, നാരങ്ങയ്ക്ക് എന്തിന്റെ ഷേപ്പാ? സ്ഫിയർ, ഗോളത്തിന്റെ ഷേപ്പാ അല്ലെ. അപ്പൊ ആ ഗോളത്തിനെ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യും, ഹാഫ് ആക്കിയിട്ട് മുറിച്ചിട്ടാണല്ലോ നമുക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഉണ്ടാക്കണേ അല്ലെ, ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു സാധനം, അതിന്റെ ആ ഒരു കഷ്ണം, ഒരു പകുതി, അർദ്ധഗോളം. അതെ, അതെ, ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം എന്നാണ് വിളിക്കുക. ഹാഫ് എന്നാണ് അതിന്റെ ഹെമി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? HEM ഒരു /O കൊടുത്തിട്ടുണ്ട്. അതും ഹെമറ്റോളജിയുടെ ഒരു ഷോർട്ട് ഫോം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിഫിക്സ് തന്നെയാണ്, റിലേറ്റഡ് ടു ബ്ലഡ് തന്നെയാണ്. ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ ഡിസോർഡേഴ്സ് ഓഫ് ലിവർ, നമ്മുടെ കരൾ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സിന് പോകുന്ന ഒരു വിഭാഗം, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി. അപ്പൊ അതിന്റെ ഒരു പ്രിഫിക്സ് ആണ് HEPAT, റിലേറ്റിംഗ് ടു ലിവർ. ഓക്കെ, HETER, ഹെറ്റർ എന്ന് പറയുന്നത് വേരിയസ്, മറ്റുള്ളവ, പലതും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുക. HOM, ഹോമോ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹോമോജീനിയസ് എന്ന് കേട്ടോ, ഐഡന്റിക്കൽ, ഒരേപോലെയുള്ളത് എന്നാണ് അതിന്റെ മീനിങ് വരിക, ഐഡന്റിക്കൽ. നെക്സ്റ്റ് ഹൈഡർ, HYDRO, ഹൈഡ്രോ, ഹൈഡ്രോജൻ, ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജൻ 2 and 1 oxygen makes water അല്ലെ. H2O, വാട്ടറിന്റെ ഒരു എന്താ പറയാ രാസനാമം വെള്ളത്തിന്റെ. അപ്പൊ H2O എന്ന് പറയില്ലേ, 2 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ ആറ്റവും കൂടി ചേരുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് വാട്ടർ. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഹൈഡർ, വാട്ടർ എന്നാണ് അതിന്റെ ഒരു മീനിങ് വരിക. നെക്സ്റ്റ് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ടെൻഷൻ,
എന്നൊക്കെ പറയുന്നത് ഹൈപ്പർ, ഭയങ്കര പീക്ക്, ഭയങ്കര എന്താ പറയാ കൂടുതൽ എന്ന അർത്ഥം വരുന്നതാണ് ഹൈപ്പർ അല്ലെ, കൂടുതലായിട്ട്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് അതിന്റെ ഹോർമോൺസ് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നു, ആവശ്യത്തിനേക്കാൾ അധികം ഉത്പാദിപ്പിക്കുന്നു, അത് ഹൈപ്പർ തൈറോയിഡിസം. അതുപോലെ തന്നെ അപ്പൊ ഓവർ ആണ്, സൂപ്പർ ഫ്ലോസ്, കൂടുതലായിട്ട് ഉത്പാദനം. ഹൈപ്പോ അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, എന്താ പറയാ ഇൻസഫിഷ്യന്റ്, ആവശ്യത്തിന് പോലും ഇല്ല, മനസ്സിലായോ, ആവശ്യത്തിന് പോലും ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, അണ്ടർ പ്രൊഡക്ഷൻ ആണ്, മനസ്സിലായോ, അതാണ് ഹൈപ്പോ എന്ന് പറഞ്ഞത്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ ടെർമിനോളജി ആണ്. നെക്സ്റ്റ് എന്താ, ഹിസ്റ്റർ, HYSTER/O, റിലേറ്റിംഗ് ടു യൂട്രസ്, നമ്മുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിസ്റ്റർ. ഇൻഫ്രാ, ബെനീത്ത്, ഫർദർ, ബെനീത്ത് താഴെ, ഫർദർ അതുകൂടാതെ എന്നൊക്കെ പറയില്ലേ. നെക്സ്റ്റ് ഇന്റർ ആണ്, ഇന്റർമീഡിയറി, അതെന്താ മിഡിൽ, നടുക്കുള്ളത്, നടുവിലുള്ളത് മിഡിൽ, ഇൻട്രാ എന്ന് പറയുന്നത്, സോറി ഇന്റർ എന്ന് പറയുന്നത്. അടുത്ത ഇൻട്രാ, ഇൻട്രാവീനസ് കാനുല, എന്താ അത്, IV കാനുല, ഇൻട്രാവീനസ് കാനുല, ഇൻസൈഡ്, നമ്മുടെ വെയിനിലെ ഇൻസൈഡ്, ഉള്ളിലേക്ക് ഇങ്ങനെ കേൾക്കുന്ന ആ ഒരു കാനുല, അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. അപ്പൊ ഇൻട്രാ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ആ ഒരു പ്രിഫിക്സിന്റെ മീനിങ് ഇൻസൈഡ് എന്നാണ്. അടുത്തത് ഐസോ, ഐസോ ഈക്വൽ, ഈക്വൽ എന്നാണ് ആ പ്രിഫിക്സിന്റെ മീനിങ്. ലാറ്ററോ, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ സൈഡ്, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡ്, വശം, ഓക്കെ, വശം എന്നാണ് ലാറ്ററോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ്. അടുത്ത ല്യൂക്ക്, ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്ന WBC, ദാറ്റ് ഈസ് വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മൾ തൊട്ട് മോളില് എറിത്രോസൈറ്റ് പറഞ്ഞു അല്ലെ, എറിത്രോസൈറ്റ് എന്ന് പറയുന്നത് എറിത്തർ എന്ന് പറയുന്ന പ്രിഫിക്സ് വെച്ചിട്ടുണ്ടാക്കിയതാ. ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു റെഡ് ബ്ലഡ് സെൽസ് ആണെങ്കിൽ, എറിത്രോ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ യൂക്ക്, യൂക്കോ, LEUK/O. അപ്പൊ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്ന, ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്ന WBC വൈറ്റ് ബ്ലഡ് സെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനേയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ് ല്യൂക്ക്, ലുക്കോ, LEUK/O. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ള എന്താ പറയാ, നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള പ്രിഫിക്സുകള്, അതിന്റെ മീനിങ്ങുകൾ. സോ നമുക്കതൊന്ന് എഴുതാം. ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നൊന്ന് പറയാം, നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. ഒന്നാമത്തേത് ഗ്യാസ്ട്രോ, എളുപ്പം മനസ്സിലാക്കാവുന്നതേ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഗ്യാസ്ട്രോ, GASTR/O, സ്റ്റൊമക് റിലേറ്റഡ്. ഗ്ലൈക്കോ, ഷുഗർ, എളുപ്പമുള്ളത് തരുള്ളൂ നിങ്ങൾക്ക്, ഷുഗർ. അടുത്തത് അടുത്തത് ഹെമറ്റ്, ഹെമറ്റോളജിയുടെ, ഹെമറ്റ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഗൈനക്ക്, ഗൈനക്ക് അതിന്റെ മുകളിലുണ്ടായിരുന്നു കേട്ടാ, ഗൈനക്ക് കഴിഞ്ഞിട്ടാണ് ഹെമറ്റ്. നെക്സ്റ്റ് വൺ ഹെമറ്റ് അല്ലെങ്കിൽ HEM/O, HEM ഉണ്ട്, ATയും ചേരും, രണ്ടും റിലേറ്റിംഗ് ടു ബ്ലഡ് ആണ്, അതുകൊണ്ട് അത് രണ്ടും മാർക്ക് ചെയ്തോ, കാരണം ഇനി കൺഫ്യൂസ്ഡ് ആകണ്ട, രണ്ടും ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഹെമറ്റോം ഉണ്ട്, ഹെമോ ഉണ്ട്, ഹെമോ ഉണ്ട്. നെക്സ്റ്റ് വൺ ഹെപ്പറ്റ്, ഹെപ്പറ്റോളജി നമുക്ക് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അത് മാർക്ക് ചെയ്യാം, ഹെപ്പറ്റ്, ഹെപ്പറ്റോ. നെക്സ്റ്റ് ഹൈഡ്രോ, വാട്ടർ ആണ്, എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാ. അടുത്ത ഹൈപ്പർ, സൂപ്പർഫ്ലുവസ് ആണ്, ഭയങ്കരമായിട്ട് കൂടുതൽ ഉത്പാദനമാണ്, ഓവർ. അടുത്തത് ഹൈപ്പോ, അണ്ടർ, ഇൻസഫിഷ്യന്റ്, കുറവ് അല്ലെങ്കിൽ ആവശ്യത്തിന് പോലും ഇല്ലാത്തത്. അടുത്ത ല്യൂക്ക്, എറിത്രോസൈറ്റും അതുപോലെ തന്നെ ല്യൂക്കോസൈറ്റ് WBC സെൽസുമായിട്ടുള്ളതാണ്, WBCയുമായിട്ട് ബന്ധപ്പെട്ട ല്യൂക്കോസൈറ്റ്സ്. ക്ലിയർ ആയോ? എത്ര എണ്ണം മാർക്ക് ചെയ്തു? എത്ര മാർക്ക് ചെയ്തു? കൺഫേം ചെയ്ത് പറയേ. അറിയില്ല, 10 എണ്ണം. വെരി ഗുഡ്. അതെ, 10 എണ്ണമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഗ്യാസ്റ്റർ, ഗ്ലൈക്കോ, ഗൈനക്, ഹെമറ്റ്, ഹെമോ, ഹെപ്പറ്റ്, ഹൈഡ്രോ, ഹൈപ്പർ, ഹൈപ്പോ ആൻഡ് ല്യൂക്കോ, ല്യൂക്കോസൈറ്റ്സ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, മാർക്ക് ചെയ്യാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ 10ഉം 16ഉം 7ഉം 23 എണ്ണം മൊത്തത്തിലായിട്ടോ. നമ്മളിപ്പോ 3 പേജിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഇപ്പൊ 66ാമത്തെയാണെന്ന് പറയാം. 60 എണ്ണത്തിൽ നമ്മൾ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ അധികം ഉണ്ടാവില്ല, കുറച്ചുണ്ടാവും. നമുക്ക് കൂടുതൽ നമ്മൾ നേരത്തെ കേട്ട കുറെ ടേമുകളൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പറയുന്നത്.
ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ലിത്തോ, LITHO ആണ്, റിലേറ്റിംഗ് ടു സ്റ്റോൺ. സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് ലിത്തോ. ലിത്തോസ്ഫിയർ, എന്താ പറയാ, അങ്ങനെയൊക്കെ ഉണ്ട്. ഐസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ മണ്ണിന്റെ ഓരോ എന്താ പറയാ തട്ടുകളാണ്. ഇവിടെ എർത്തിന്റെ ഓരോ തട്ടുകളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് റിലേറ്റിംഗ് ടു സ്റ്റോൺ ആണ്. മാക്രോ, ഹ്യൂജ് എന്നാണ്, HUGE ആണ്. മാക്രോ മീൻസ് ഹ്യൂജ്, വലുത്, കുറെ വലുത് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്രോ. അതുപോലെ മാൽ പ്രാക്ടീസ്, മോശം ഒരു പ്രവണത എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബാഡ് എന്നാണ് ഇതിന്റെ മീനിങ് വരാം. ബാഡ് എപ്പോഴും അതിന്റെ മീനിങ് മാൽ പ്രാക്ടീസ്, മാൽ അഡിക്റ്റഡ്, എന്തെങ്കിലും മോശം കാര്യത്തില് അഡിക്റ്റഡ് ആവുക, അങ്ങനെയൊക്കെ വരുന്നതിനെയൊക്കെ. അഡിക്ഷൻസ് പല രീതിയിലുണ്ട്. എന്തെങ്കിലും പല നല്ല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്, മോശം അങ്ങനെ മാൽ അഡിക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ മാൽ എന്ന് പറഞ്ഞാൽ ബാഡ് എന്ന് അർത്ഥം കേട്ടോ, സാധാരണയിൽ ഒന്നും ഇല്ലാത്തത്. ഓക്കെ, MEDI, MEDI, മീഡിയം എന്നുള്ളതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് MEDI. മിഡിൽ എന്നാണ് അർത്ഥം. മീഡിയം, മിഡിൽ അല്ലെ, നടുക്ക്. മെഗായും അതുപോലെ തന്നെ മാക്രോയും രണ്ടും ഹ്യൂജ് ആണ്, ഹ്യൂജ് വലുതാണ്. അടുത്ത മെലാൻ, ഒരു കളർ തന്നെ സൂചിപ്പിക്കുന്ന, നേരത്തെ സിയാൻ പറഞ്ഞപ്പോ ബ്ലൂ എന്ന് പറയുന്ന കളർ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ മെലാൻ എന്ന് പറയുന്ന ബ്ലാക്ക് കളറിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ്. അടുത്ത മെനിങ്, മെംബ്രെയിൻ, നമ്മളുടെ മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ്. അടുത്ത മൈക്രോ, മാക്രോന്റെ ഓപ്പോസിറ്റ് ആണ് മൈക്രോ. മാക്രോ വലുത്, ലാർജ്, ഹ്യൂജ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വളരെ ചെറുത്, മൈക്രോസ്കോപ്പ്, മൈക്രോ ഓർഗാനിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സൂക്ഷ്മജീവികൾ, വളരെ സൂക്ഷ്മമായത് കാണാനായിട്ടുള്ള ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പൊ മൈക്രോ മീൻസ് ടൈനി, ചെറുത്, വളരെ ചെറുത്. മോണോ, സിംഗിൾ, മോണോ ആക്ട് എന്ന് കേട്ടിട്ടില്ലേ, ഒരാൾ ഒറ്റയ്ക്ക് തന്നെ പല ശബ്ദങ്ങളും പല കാര്യങ്ങളും ആക്ട് ചെയ്യുമ്പോൾ, രണ്ട് ആളുകളെ തന്നെ പ്രതിനിധീകരിച്ച് ചിലപ്പോ ആക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് മോണോ ആക്ട് എന്ന് വിളിക്കാം. മോണോ മീൻസ് സിംഗിൾ എന്നർത്ഥം. അടുത്ത MYELO, ഇറ്റ്സ് റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മയോ, MYO, മസിൽ ബന്ധപ്പെട്ടതാണ്, മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മയോ. നെയ്സൽ പാസേജ് അല്ലെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നെയ്സൽ പാസേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് അകത്തേക്കൂടെ നമ്മള് ശ്വാസം ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു വഴി അല്ലെ, അതാണ് നെയ്സൽ പാസേജ്. അപ്പൊ ഇറ്റ്സ് റിലേറ്റിംഗ് ടു നോസ്, നോസുമായി റിലേറ്റഡ് ആണ്. നിയോ, NEO, ന്യൂ അല്ലെ, നിയോ. നെക്സ്റ്റ് നെഫ്രോളജി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നെഫ്രോ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർന്നിട്ടാണ് ആ ഒരു ടേം ഉണ്ടാക്കിയിരിക്കുന്നത്. നെഫ്രോളജി റിലേറ്റിംഗ് ടു കിഡ്നി, കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ് നെഫ്രോളജി. കിഡ്നി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ന്യൂറോ, നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ന്യൂറോ സർജൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. ന്യൂറോനെ കാണിക്കണം അല്ലെ, എവിടെയെങ്കിലൊക്കെ ഭയങ്കര കഴുത്ത് വേദന അല്ലെങ്കിൽ തലവേദനയൊക്കെ വിട്ടുമാറാതെ ആവുമ്പോ നമ്മള് ആരെങ്കിലൊക്കെ പറഞ്ഞു കിടക്കുന്നു ന്യൂറോനെയൊക്കെ ഒന്ന് കാണിക്കുന്നത് അല്ലെ. ന്യൂറോ ദാറ്റ് മീൻസ് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ആയിരിക്കും ആ ഒരു വിഭാഗം കൈകാര്യം ചെയ്യാം. നൈറ്റ് എന്നാണ്, NIGHT, നൈറ്റ്, രാത്രിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് നോക്ട്. അടുത്തത് ഒലിഗോ, ടൈനി, ലാക്കിംഗ്, ഡെഫിഷ്യൻസി, അതായത് എന്താ പറയാ ആവശ്യത്തിന് പോലും ഇല്ലാത്ത. ഡെഫിഷ്യൻസി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കുറവ്, പലതിന്റെയൊക്കെ കുറവിനെ സൂചിപ്പിക്കാനാണ് ഒലിഗോ എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കാം. അടുത്ത OPHOR, അത് റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം തന്നെയാണ്. ഒഫ്താൽമോളജി, ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി, അതിന്റെ ഒരു പ്രിഫിക്സ് ആണ്. ഓർക്കിഡ്, ടെസ്റ്റിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടത് 3 എണ്ണം പറഞ്ഞിട്ട് അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓർക്കിഡ് എന്ന്, ഓറോ എല്ലാം റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ് ആണ് കേട്ടോ. ടെസ്റ്റിക്കിൾസ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ടെസ്റ്റിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർക്കിഡ്, ഓർത്തോ, ഓറോ, 3 തന്നെയാണ്. നെക്സ്റ്റ് വൺ ORTHO, ORTHO, ഓർത്തോ, അത് ഡയറക്റ്റ് ഓർ നോർമൽ ആയിട്ടുള്ളത്, നേരെയുള്ളതൊക്കെ മീനിങ്ഫുൾ ആയിട്ടുള്ള പ്രിഫിക്സ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന എല്ലിന്റെ ഒക്കെ ബലക്ഷയങ്ങൾ, അതിനെയാണ് നമ്മൾ അതൊരു രോഗമാണ് അല്ലെ. അസ്ഥികൾക്കൊക്കെ ക്ഷതം സംഭവിക്കുക, അസ്ഥിക്ഷയം എന്നൊക്കെ പറയില്ലേ നമ്മള്, ബോൺസിനൊക്കെ വീക്കം സംഭവിക്കുന്നത്, അതൊരു രോഗമാണ്. അതിന്റെ പേരാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പൊ ആ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് ഓസ്റ്റിയോ. ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ബോൺ, അസ്ഥിയുമായി ബന്ധപ്പെട്ടത്. അടുത്ത ഓട്ടോ, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഇയർ, ചെവിയുമായി ബന്ധപ്പെട്ടതാണ്. OTO,
/o ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു പേജിൽ നമുക്ക് പഠിക്കേണ്ടത്. അതിൽ നീക്കാണ് പഠിക്കേണ്ടത് ഒന്ന് മാർക്ക് ചെയ്യാം. മാക്രോ വേഗം മാർക്ക് ചെയ്യണേ. മാക്രോ മീനിങ് ഹ്യൂജ്. അതുപോലെ തന്നെ ഹ്യൂജ് എന്നർത്ഥം വരുന്ന മറ്റൊരു വേർഡ് കൂടിയും അവർ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, മെഗാ. രണ്ട് മാർക്ക് ചെയ്യാം. മാക്രോ, മെഗാ. നെക്സ്റ്റ് മാക്രോന്റെ ഓപ്പോസിറ്റ് ആയ മൈക്രോ, ടൈനി എന്നാണ് അർത്ഥം. മൈക്രോ. അടുത്ത നെഫ്രോ, നെഫ്രോളജി. കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി. അപ്പൊ നെഫർ. അടുത്ത ന്യൂറോ, നെർവ് സിസ്റ്റം. അത് പഠിക്കാനുള്ളതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് മിക്കതും നിങ്ങളോട് ഞാൻ മാർക്ക് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാത്തത് നമ്മൾ തരുന്നില്ല. ഓക്കെ. ഒഫ്താൽമോളജിയില് അത് റിലേറ്റിംഗ് ടു ഐ. ആൻഡ് ലാസ്റ്റ് വൺ ഓസ്റ്റിയോപോറിസിസ്. ആ ഒരു ടേം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ നമ്മുടെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റില്. അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ, നമ്മളുടെ ഓസ്റ്റിയോപോറിസിസ് എന്ന് പറയുന്ന കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെട്ടതേ, എല്ലിനൊക്കെ ബലക്കുറവ് ഉണ്ടാകുന്നതൊക്കെ. അപ്പൊ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് റിലേറ്റിംഗ് ടു ബോൺ ആണ്. അപ്പൊ വീണ്ടും എത്ര മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞേ? എത്ര മാർക്ക് ചെയ്തു? 7. ഓക്കെ, കറക്റ്റ് ആണ്. 7. മാക്രോ, മെഗാ, മൈക്രോ, നെഫർ, ന്യൂറോ, ഒഫ്താൽം ആൻഡ് പോസ്റ്റർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ പേജിൽ ഒന്ന് പഠിക്കേണ്ടത്. ഓക്കെ. പ്രിഫിക്സ് ആണ് കുറച്ച് കൂടുതലുള്ളത്. പ്രിഫിക്സ് 127 ഉണ്ട്. സഫിക്സ് അത്രയും ഇല്ല, ഏകദേശം 37 ഉള്ളൂ. പിന്നെ കുറച്ച് റൂട്ട് വേർഡ്സ് ആണ്. ഓക്കെ, ഞാനിപ്പോ ഇന്നിപ്പോ ഇത്രത്തോളം എടുക്കുന്നുള്ളൂ. അടുത്ത ടീച്ചർ ഇപ്പൊ തന്നെ കയറോട്ടോ, നിങ്ങൾ പോകരുത്. ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ബിക്കോസ് അത് ടീച്ചർക്ക് കുറച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമേ എനിക്ക് വേറൊരു ക്ലാസ്സിൽ തീർക്കാനുണ്ട്. അപ്പൊ ആ രണ്ടും കൂടി ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് എടുക്കാണ്. ഓക്കെ, അടുത്ത ദിവസം കാണാം. അവിടുത്തെ So,